ലൈലത്തുൽ ഖദറിൻ്റെ സമയത്ത് മലക്കുകൾ ഇങ്ങനെ പൊഴിഞ്ഞിറങ്ങുകയാണ്. കാരണം എന്താ? അള്ളാഹുവിൻ്റെ ഇബാദുകൾ ഞങ്ങൾക്ക് അവരെ തൊടാൻ പറ്റുന്നിടത്തേക്ക് എത്തിയിരിക്കുന്നു. അവരുടെ മാനസിക തലം വിശുദ്ധിയാർന്നതായിരിക്കുന്നു, റഹ്മത്ത് കൊണ്ട് ആർദ്രമായിരിക്കുന്നു, മഗ്ഫിറത്ത് കൊണ്ട് പാപരഹിതമായിരിക്കുന്നു. വിശുദ്ധി നിറവിശുദ്ധിയിൽ നിന്നവർ പരിലസിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ അവരുമായി സമ്പർക്കപ്പെടുക, എന്നിട്ട് ഇപ്പോൾ അവരുടെ അമലുകൾ വിലയിരുത്തുക, എന്നിട്ട് അവരുടെ ഭാവിയുടെ ഭാഗധേയം അടുത്ത ഒരു വർഷത്തേക്ക് ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക. ഇപ്പം തീരുമാനിക്കണം. രണ്ടാമത്തെ പത്തി തീരുമാനിച്ച് അവർ ഇത്ര എത്തിക്കാണൂല, ഒന്നാമത്തെ പത്തി തീരുമാനിച്ച് ഇപ്പം എത്തിക്കാണൂല. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന മാർക്ക് ശരിയാവൂല, അവർക്ക് കുറവ് വരും. അതുകൊണ്ട് ഇപ്പോൾ കൊടുക്കുക. 1ഉം 2ഉം കടന്ന് അവർ എത്തേണ്ടതിൻ്റെ പരകോടിയിൽ, ആത്മീയ ഔന്നത്യത്തിൻ്റെ പരകോടിയിലാണ് ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ കൊടുക്കുക. ലൈലത്തുൽ ഖദർ മേലോട്ട് പ്രതീക്ഷിച്ച് നമുക്ക് തരുന്നതാണ്. മുകളിലോട്ട് വന്നിട്ടുണ്ട് എൻ്റെ ദാസൻ എന്ന് കരുതി തരുന്നതാണ് ലൈലത്തുൽ ഖദർ. അതുകൊണ്ട് അവസാനത്തെ പരിഗണിക്കണേ. ഏതൊരു കോഴ്സിൽ ചേർന്നാലും ലാസ്റ്റ് പെർഫോമൻസാണ് വിലയിരുത്തപ്പെടുന്നത്, വാല്യുവേറ്റ് ചെയ്യപ്പെടുന്നത്. ലാസ്റ്റ് പെർഫോമൻസാണ്. മുമ്പ് മിടുക്കനായിരുന്നു, പരീക്ഷയിൽ പെർഫോം ചെയ്തില്ല, വിജയമില്ല. പറയുകയാണ് മുതലാളിമാർ, എന്തും പറയും, ഇവനൊക്കെയാണ് നേതാക്കന്മാരെന്ന് പറഞ്ഞ് നമ്മൾ ഭൂരിപക്ഷം ഉള്ള മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുത്തയച്ചത്. എന്നിട്ട് സ്വന്തം സമുദായത്തെ ഒറ്റുകൊടുത്ത് അതിൻ്റെ പേരിൽ കിട്ടുന്ന അംഗീകാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഒറ്റുകൊടുക്കാതിരിക്കുകയെങ്കിലും ചെയ്യണ്ടേ? അനുകൂലം പറഞ്ഞില്ലെങ്കിൽ വേണ്ട. സത്യത്തിൽ RSS ഫാസിസ്റ്റുകൾ ഇന്ത്യയിൽ പറഞ്ഞത് മുഴുവൻ ഇന്ന് പറയാൻ സന്നദ്ധമായത് നാം പ്രതീക്ഷ അർപ്പിച്ച മതേതരം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഉന്നത നേതാക്കന്മാരാണ്. ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം വരാൻ പോകുന്നേ, മുസ്ലിമീങ്ങളെല്ലാം ഭീകരരാണ്, മദ്രസ ഇതിൻ്റെ തീവ്രവാദത്തിൻ്റെയും കള്ളക്കടത്തിൻ്റെയും കേന്ദ്രമാണ്. ഇതാര് പറഞ്ഞതാ? RSSകാരും ഫാസിസ്റ്റുകളും പറഞ്ഞതല്ലേ? അവരോട് പറഞ്ഞു നിങ്ങൾ നിർത്തിയാലേ ഞങ്ങൾ പറഞ്ഞോളാന്ന്. എന്നിട്ട് പറയാം മദ്രസയാണ് കുഴപ്പമെന്ന്. മദ്രസയുടെ മക്കളെ മദ്രസയിൽ പഠിപ്പിച്ചതുപോലെ മുന്നോട്ട് പോകാൻ നിങ്ങളൊന്ന് അനുവദിക്കാമോ? ഞങ്ങൾ കാട്ടിത്തരാം ഈ ലോകം സ്വർഗമാക്കുന്നത്. പരിശുദ്ധമായ റമദാൻ മാസം നമ്മിലേക്ക് കടന്നു വരികയും വളരെ വേഗം വിടവാങ്ങുകയും ചെയ്യുന്ന അനുഭവങ്ങളുടെ ഇടയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇന്നലെ ഒരു സഹോദരൻ പറഞ്ഞതുപോലെ എത്ര വേഗമാണ് ഒരു മാസം വന്നത്, എത്ര വേഗമാണ് അത് വിട പറയുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി പറയുകയുണ്ടായി. സഹോദരങ്ങളെ, എത്ര ശരിയാണ്. ഒരു മാസം വന്നതും അത് അവസാനത്തോടടുക്കുന്നതും നാം സത്യത്തിൽ അറിഞ്ഞതുപോലുമില്ലാത്ത വിധം കടന്നു പോവുകയാണ്. ഇതൊരു പ്രതിഭാസമാണ്. ലോകത്തിൻ്റെ അവസാനത്തിൽ അതുണ്ടാകുമെന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ പ്രവചിച്ച പ്രതിഭാസം കൂടിയാണത്. ഒരു 25 കൊല്ലം മുമ്പൊക്കെ ഞാൻ ഓർക്കുന്നു, നമ്മൾ റമദാനിലായാൽ, റമദാൻ നോമ്പ് വെച്ചാൽ ആ പ്രഭാതമൊന്ന് പ്രദോഷമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ടൈം പാസ് പരിപാടികളിൽ ഏർപ്പെട്ടാലാണ് നമുക്ക് ഒരുപാട് സമയം നമ്മെ കടന്നു പോകാൻ മടിക്കുന്ന, വിസമ്മതിക്കുന്നത് പോലുള്ള അനുഭവങ്ങളിലൂടെയാണ് ഓരോ ദിവസവും കടന്നു പോയതെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം മറ്റൊരാഴ്ച വന്നെത്താൻ നാം ഏറെ കാത്തിരിക്കാറുണ്ട് എന്ന അനുഭവമായിരുന്നു അക്കാലങ്ങളിലൊക്കെ നമ്മെ തേടിയെത്തിയിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ നാം അനുഭവിച്ചുകൊണ്ടിരുന്നതെങ്കിൽ. മാസവും അതുപോലെ തന്നെ വർഷവുമൊക്കെ സുദീർഘങ്ങളായ കാലയളവുകളായാണ് നമ്മൾ അനുഭവിച്ചതെന്ന് അനുഭവസ്ഥരായ നമുക്കെല്ലാവർക്കും അറിയാമെങ്കിൽ ഇന്ന് വളരെ വേഗത്തിലാണ് കാര്യങ്ങളെല്ലാം. ഇതിലതിശയമില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് പറയുകയുണ്ടായി, ലാ തഖൂമു സാഅത്തു, അന്ത്യനാൾ വരികയില്ല, ഹത്താ തക്കൂന ഷഹറു കസ്സനത്തി, വർഷം മാസം പോലെ ആകുന്നതുവരെ. മുഹമ്മദ് മുസ്തഫ. വർഷം ഒരു മാസത്തിൻ്റെ ഫീലിങ്ങിൽ നമുക്ക് കടന്നു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊറ്റ വാക്കിൽ അവിടെ നിന്ന് നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു അത് ഒരു സാധാരണ വർത്തമാനമാണെന്ന്. പക്ഷെ റസൂലുള്ള പറയുകയാണ്, തക്കൂനു ഷഹറു കൽ ജുമഅ, മാസം ഒരാഴ്ച പോലെ കടന്നു പോകും. തക്കൂനുൽ ജുമഅത്തു, അവിടെയും നിർത്താതെ അവിടെ നിന്ന് തുടരുന്നു. തക്കൂനുൽ ജുമഅത്തു കൽ യൗം, ആഴ്ച ഒരു ദിവസം പോലെ കടന്നു പോകും. അവിടെയും അവിടെ നിന്ന് നിർത്തുന്നില്ല. തക്കൂനുൽ യൗമു കസ്സാഅ, ദിവസം ഒരു മണിക്കൂർ പോലെ കടന്നു പോകും.
അവിടെയും നിർത്തുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തക്കൂനു സാഅത്തു കൽദിർമത്തി ബിന്നാർ. ഒരു മണിക്കൂർ എന്ന് പറയുന്നത് തീ ആളി അണയുന്നത് പോലെ വളരെ പൊടുന്നനെ തീർന്നു പോകും. ഇത് ഒരു പ്രതിഭാസമായി അവസാന നാളിലുണ്ടാകും. അതിനു മുമ്പൊന്നും അങ്ങനെ അല്ലായിരുന്നു എന്ന ഓർമ്മകൾ ഉള്ളത് കൊണ്ടാണ് പ്രായമേറെയുള്ള സഹോദരന്മാർ എന്താണ് ഇങ്ങനെ വളരെ പെട്ടെന്ന് ഇതെല്ലാം കടന്നു പോകുന്ന അനുഭവമെന്ന് നമ്മോട് പങ്കുവെക്കുന്നത്. പഴയ കാലങ്ങൾ അവരുടെ ഓർമ്മയിലുള്ളത് കൊണ്ടാണ്. ഇതൊരു പ്രതിഭാസമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്രയിലാണ് നമ്മളെല്ലാവരും. ആ യാത്രയുടെ വേഗം കൂടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അടയാളമാണ്. അത് നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ പറയാറുണ്ടല്ലോ, സമയമാം രഥത്തിൽ നാം സ്വർഗയാത്ര ചെയ്യുന്നുവെന്ന്. വാസ്തവത്തിൽ അതൊരു വലിയ ആത്മീയ യാഥാർത്ഥ്യമാണ്. ആത്മീയ ദർശനങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ പരമാർത്ഥം തന്നെയാണത്. എല്ലാ വേദങ്ങളും അടിസ്ഥാനപരമായി ദൈവികമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയും വലിയ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായെങ്കിലും വേദസാരങ്ങളുടെ അന്തസത്ത ഇപ്പോഴും അവയിലൊക്കെ അന്തർഭവിച്ചിട്ടുണ്ടെന്ന് നാം വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. കുറേയൊക്കെ അക്കൂട്ടത്തിൽപ്പെട്ടതാണ്. സമയമാം രഥത്തിൽ നാം സ്വർഗയാത്ര ചെയ്യുകയാണ്. സമയമെന്ന രഥത്തിലേറി നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിലേക്ക് യാത്ര ചെയ്തു പോയിക്കൊണ്ടിരിക്കുക. ഈ സമയരഥത്തിൻ്റെ വേഗം കൂടുകയാണ്. എത്താൻ നേരമായിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അന്ത്യനാൾ അടുക്കുമ്പോൾ ഈ സമയത്തിൻ്റെ വേഗം വർദ്ധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ നമ്മുടെ റമദാൻ നമ്മളോട് വേഗം വിട പറയുന്ന, വളരെ നിർണായകമായ സമയങ്ങളിലേക്ക് അത് പ്രവേശിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്, പരിശുദ്ധമായ റമദാൻ വന്നിട്ട് 1-2 പത്തുകൾ നമ്മോടൊപ്പം അത് അടുത്ത് നിന്നിട്ട്, ചേർന്ന് നിന്നിട്ട് പരിശുദ്ധമായ റമദാൻ നമ്മൾക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച, അള്ളാഹു നമുക്ക് അതിലൂടെ നേടിയെടുക്കണമെന്ന് അള്ളാഹു ലക്ഷ്യം വെച്ച ആ ലക്ഷ്യങ്ങൾ നമ്മളിൽ സാക്ഷാത്കരിച്ചുവോ എന്ന ഗൗരവമുള്ള ആലോചനകളാണ് ഈ നിമിഷങ്ങളിൽ നമ്മുടെ മനസ്സിനെ വേട്ടയാടേണ്ടത്. എന്ത് നേടി നാം റമദാൻ കൊണ്ട്? റമദാൻ എന്ന് പറഞ്ഞാൽ നാളേറെ ചെല്ലും തോറും, ദിവസങ്ങൾ കടന്നു പോകും തോറും നമ്മുടെ അവസ്ഥകളിൽ, നമ്മുടെ മാനസിക നിലവാരത്തിൽ വളർച്ചയും പുരോഗതിയും ഉണ്ടാകേണ്ട നാളുകളെയാണ് റമദാൻ എന്ന് പറയുന്നത്. റമദാൻ 1ൻ്റെ സ്ഥിതിയിൽ നാം 2-ലായിക്കൂടാ, 2ൻ്റേതുപോലെ 3-ലായിക്കൂടാ. ഇപ്പോൾ നാം ആലോചിക്കണം, 10കൾ ഒന്നൊന്നായി പിന്നിട്ട് 2 10 കടന്ന് 3-ാമത്തെ 10-ൽ നമ്മൾ ഏതോ വലിയ ഒരു തലം സ്പർശിക്കാനുള്ള പാകതയിലെത്തിയെന്ന് അള്ളാഹുവും അവൻ്റെ റസൂലും വിലയിരുത്തുന്ന ഒരു സമയത്തെത്തി നിൽക്കുകയാണ്. നമ്മൾ എവിടെയോ എത്തി എന്നാണ് അള്ളാഹു വിചാരിക്കുന്നത്. അഥവാ നാം എവിടെയോ എത്തേണ്ട വഴികളിലൂടെയാണ് കടന്നു വന്നത്. എത്തിയില്ലെങ്കിൽ നമ്മുടെ കുറവ് മാത്രമാണ്. എത്തേണ്ടത് എവിടെയാണ്? എത്തേണ്ടത് പരിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ 10-ൽ നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരേണ്ടത് വലിയ ഔന്നത്യത്തിൻ്റെ പരകോടിയിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ലോകം ഭൗതികമായി ഇതിൻ്റെ യാത്രയിൽ അത് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക്, മുസ്തഖറിലേക്ക് ഓടി അടുത്തുകൊണ്ടിരിക്കുകയാണ്. വശംസു തജിരി ലി മുസ്തഖറില്ലഹ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. സൂര്യൻ പ്രവഹിക്കുകയാണ്. അത് ചെന്ന് അതിൻ്റെ പ്രയാണം അവസാനിക്കേണ്ട മുസ്തഖറിലേക്ക് സൂര്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മുസ്തഖർ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നാൽ പിന്നെ സൂര്യൻ പ്രയാണം ചെയ്യുകയില്ല. പ്രയാണം വേണ്ടാത്ത മുസ്തഖറിൽ ഒരു സ്ഥിര സങ്കേതത്തിലേക്ക് സൂര്യപ്രയാണം, സൗരയൂഥ പ്രയാണം, ഗാലക്സികളുടെ പ്രയാണം അതിവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഭൗതികമായി, പ്രാപഞ്ചികമായി ഇതിങ്ങനെ മുന്നോട്ട് അതിൻ്റെ അവസാന മുഹൂർത്തങ്ങളിലേക്ക് കുതിക്കുകയാണ്. ആ കുതിപ്പിൻ്റെ ആക്കം വർദ്ധിക്കുന്നതിൻ്റെ അടയാളങ്ങളാണ് ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരായ നമുക്ക് അതിൻ്റെ സമയവേഗമായി ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ഇങ്ങനെയാകുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ റമദാനിലൂടെ നമ്മൾ മനുഷ്യരായ നമ്മുടെ മാനസിക തലത്തെ അത് എത്തേണ്ടത് എവിടെയാണോ അവിടെ എത്തിക്കാൻ വേണ്ടി അള്ളാഹു ഇട്ട പദ്ധതികളിലൂടെ നമ്മെ അല്ലാഹു തആല കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ആദ്യത്തെ 10
പരിശുദ്ധ റമദാനിൻ്റെ അവ്വലുഹു റഹ്മ, ആദ്യത്തേത് റഹ്മത്തിൻ്റെ പത്തായിരുന്നു. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ റഹ്മത്ത് ചോർന്നു പോവുക എന്നതിനേക്കാൾ വലിയൊരു ദുരന്തമില്ല. കരുണ വറ്റിപ്പോയ മനസ്സിൻ്റെ ഉടമകൾ, ആരോടുമില്ലൊരു കരുണയും മക്കൾക്ക് മാതാപിതാക്കളോടില്ല. തലയ്ക്കടിച്ച് ചുറ്റികയ്ക്കടിച്ച് മാതാവിനെ കൊല്ലാൻ മടിയില്ലാത്ത ക്രൂരത, റഹ്മത്ത് ചോർന്നു പോകുന്ന ലോകം. പലരും പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ഏറ്റവും വലിയ ശത്രു വളരുന്നത് വീട്ടിലാണ്. മക്കളെയാണ് പേടിക്കേണ്ടത്, മറ്റുള്ളവൻ പുറത്താ മറ്റേ ശത്രു. കതക് തുറന്നു കൊടുക്കണം. ഇത് കപ്പലിലെ അല്ലെങ്കിൽ വസ്ത്രത്തിലെ കാളസർപ്പമാണ്. എപ്പോഴാണ് മക്കൾ പ്രകോപിതരായി അവരുടെ കരുണ ചോർന്നു പോയ, പിതാവെന്ന് പറയുന്നത് ഒരു വാത്സല്യം അർഹിക്കുന്ന വ്യക്തിത്വമാണെന്ന് പോലും മക്കൾക്കില്ല. മാതാപിതാക്കൾക്ക് മക്കളോടും ഉണ്ടായിട്ടില്ല. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, കാലം ചെല്ലും തോറും മക്കളെ എങ്ങനെ നേരത്തെ തന്നിൽ നിന്ന് കൊത്തിപ്പിരിക്കാമെന്ന് കരുതി LKG മുതൽ ബോർഡിംഗ് സ്കൂളുകളിലേക്ക് ദാക്ഷിണ്യമില്ലാതെ തള്ളിവിട്ട് താനും തൻ്റെ മക്കളും തമ്മിലുള്ള ബന്ധം മുറിച്ചു മാറ്റാൻ ഒരു മടിയുമില്ലാത്ത ക്രൂരതയുടെ പര്യായങ്ങളായി നമ്മൾ എന്നേ മാറിയില്ലേ? അപ്പോൾ റഹ്മത്ത് കൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ക്രൂരാവസ്ഥകളെ നമ്മൾ അതിജീവിച്ചോ? ആദ്യത്തെ 10 ആ ലക്ഷ്യം നേടിയെങ്കിലേ, ആ ലക്ഷ്യം ആദ്യത്തെ 10 കൊണ്ട് തന്നെ നമ്മൾ നേടണം. കാരണം അവിടെയാണ് തുടക്കം. മനസുദാരമാകുന്നതിലേ തുടക്കം കുറിക്കാനാവും. അത് നമ്മൾ നേടിയിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന അവസ്ഥ എന്തായിരിക്കുമെന്ന് അത് നേടിയവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. റബ്ബേ, ഒടുവിലത്തെ 10 അല്ലാഹുവേ, നരകമോചനത്തിൻ്റെ കൈവിട്ടു പോവുകയാണല്ലോ പുണ്യദിനരാത്രങ്ങളെന്നുള്ള ആശങ്കകൾ ഇന്ന് നമ്മുടെ മനസ്സിനെ അലട്ടുന്നുണ്ടെങ്കിൽ റഹ്മത്ത് നമ്മുടെ ഉള്ളിൽ വന്നെന്ന. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ മാതാപിതാക്കളെ, കൊച്ചുമക്കളെ മുലകുടി മാറുന്നതിന് മുമ്പേ, ചുണ്ടിലെ ചുമപ്പുമായി മുമ്പേ സ്വന്തം ഗ്രഹപരിസരങ്ങളിൽ നിന്ന്, മാറിടത്തിൽ നിന്നും, മടിത്തട്ടിൽ നിന്ന് പറിച്ച് ഏതെങ്കിലും ദുഷ്ടശക്തികളുടെ കൈകളിലേക്ക് ബോർഡിങ്ങിൻ്റെ പേരും പറഞ്ഞ് വലിച്ചെറിയാൻ മാത്രം ക്രൂരരായ മാതാപിതാക്കളുടെ നല്ല മക്കൾ അവർ വളർന്നു വരികയായിരുന്നല്ലോ. അവർ മുഖത്ത് നോക്കി 4ഉം 5ഉം പേരെ അടിച്ചു കൊല്ലാൻ മാത്രം ആ മക്കൾ ക്രൂരരായി. സഹപാഠിയെ കൊല്ലാൻ ക്രൂരരായി. കഥകളൊന്നും പറയണില്ല, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതൊക്കെ മദ്രസയെ പഠിപ്പിച്ചെന്നാണ് ഒരു മുതലാളി പറഞ്ഞ്. അവനൊക്കെ എന്താ പറയാം, മദ്രസയെ പഠിപ്പിച്ചെന്ന്. മദ്രസയിൽ ഇതൊന്നും ചെയ്യല്ലേന്നാണ് പഠിപ്പിച്ചേ. മദ്രസ കഴിഞ്ഞ് മക്കളെ മദ്രസയുടെ സംസ്കാരത്തിൽ നിർത്താതെ ഇവൻ്റെ രാഷ്ട്രീയം തട്ടിയെടുത്തപ്പോഴാണ് ഇതുണ്ടായത്. ഇവനൊക്കെ നിൽക്കുന്ന രാഷ്ട്രീയത്തിലേക്കല്ലേ ഈ മക്കൾ മദ്രസയിൽ നിന്ന് ഇറങ്ങിപ്പോണേ. ഈ പണി, ഈ രാഷ്ട്രീയത്തിലേക്ക് തട്ടിപ്പറിക്കുന്ന ഈ പണിയൊന്ന് നിർത്തിത്തരാവോ? മദ്രസകളെയും മക്കളെ നന്നാക്കി തരുന്നത് ഞങ്ങൾ കാട്ടിത്തരാം. പക്ഷേ 10ഉം 12ഉം വയസ്സാകുമ്പോൾ ഇത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേ മെമ്പർഷിപ്പുമായിട്ട് കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് എന്താ പറയണേ? അല്ല ഇല്ലടാ, ആഗ്രഹം വേണ്ടടാ, എൻജോയ് ചെയ്താൽ മതിയടാ, ലഹരി ആസ്വദിക്കാനുള്ളതാണടാ, പെണ്ണ് പ്രണയിക്കാനുള്ളതാണടാ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് മക്കൾ വൃത്തികേടായപ്പോൾ അതവർ നേരത്തെ പഠിച്ച മദ്രസയുടെ സമ്മാനമാണ് പോലും. ഇവനൊക്കെയാണ് യഥാർത്ഥത്തിൽ പ്രതി. 1ാം പ്രതിയാ പറഞ്ഞവനാണ്. രാഷ്ട്രീയത്തിലേക്ക് മക്കളെ തട്ടിപ്പറിച്ച് അള്ളാഹുവിനെയും ആഖിറത്തിലെയും മതത്തെയും മതത്തിൻ്റെ ചിഹ്നങ്ങളെയും വലിച്ചെറിയാൻ പറയുകയും പഠിപ്പിക്കുകയും, പരിശുദ്ധ മുസ്ലിമീങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നിടമൊക്കെ ഭീകരതയുടെ കേന്ദ്രമാണ്. മുസ്ലിമീങ്ങളുള്ള എയർപോർട്ട് കള്ളപ്പടക്കടത്തിൻ്റെ കേന്ദ്രമാണ്. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ മദ്രസയിൽ പഠിച്ചിറങ്ങുന്നവരാണ് ഏറ്റവും വലിയ ഭീകരവാദികൾ, അപകടകാരികൾ, കള്ളക്കടത്തുകാരെന്നൊക്കെ പറഞ്ഞാൽ മദ്രസയുടെ ഒരു കൾച്ചറുണ്ട് സഹോദരങ്ങളെ. മദ്രസ നമ്മളെ ഇതൊന്നും അല്ല പഠിപ്പിച്ചത്. മദ്രസയിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ മദ്രസയുടെ പാഠമാണോ വീട്ടിൽ കിട്ടണേ? ആണോ? ഈ രാഷ്ട്രീയത്തിനും മതത്തിൻ്റെ മതാന്ധത ബാധിച്ച മതസംഘടനാ സംവിധാനങ്ങൾക്കും അടിമപ്പെട്ട് നമ്മുടെ മക്കൾ മാറിയിട്ട് മതത്തോട് അവർക്ക് വെറുപ്പുണ്ടായതല്ലേ? മതത്തെ സ്നേഹിക്കുന്ന മക്കൾ വൃത്തികേടുകൾ കാണിച്ചിട്ടുണ്ടോ? മതം 5 നേരം നമസ്കരിക്കാൻ പള്ളിയിൽ വരണമെന്ന് മദ്രസയിൽ പഠിപ്പിച്ചത് കേട്ട് 5 നേരം നിസ്കരിക്കുന്ന മക്കളാണോ തള്ളയെ തല്ലിക്കൊന്നത്? ആണോ? സഹപാഠിയെ തല്ലിക്കൊന്നത് 5 നേരം പള്ളി വന്ന് നിസ്കരിച്ച മക്കളാണോ? മുടങ്ങാതെ മദ്രസ പഠിപ്പിച്ച പോലെ നോമ്പ് വെച്ച മക്കളാണോ? പറയുകയാണ് മുതലാളിമാർ എന്തും പറയും.
ഇവനൊക്കെയാണ് നേതാക്കന്മാരെന്ന് പറഞ്ഞ് നമ്മൾ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുത്തയച്ചത്. എന്നിട്ട് സ്വന്തം സമുദായത്തെ ഒറ്റുകൊടുത്ത് അതിൻ്റെ പേരിൽ കിട്ടുന്ന അംഗീകാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഒറ്റുകൊടുക്കാതിരിക്കുകയെങ്കിലും ചെയ്യണ്ടേ? അനുകൂലം പറഞ്ഞില്ലെങ്കിൽ വേണ്ട. സത്യത്തിൽ RSS ഫാസിസ്റ്റുകൾ ഇന്ത്യയിൽ പറഞ്ഞത് മുഴുവൻ ഇന്ന് പറയാൻ സന്നദ്ധമായത് നാം പ്രതീക്ഷ അർപ്പിച്ച മതേതരം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഉന്നത നേതാക്കന്മാരാണ്. ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം വരാൻ പോകുന്നേ, മുസ്ലിമീങ്ങളെല്ലാം ഭീകരരാണ്, മദ്രസ ഇതിൻ്റെ തീവ്രവാദത്തിൻ്റെയും കള്ളക്കടത്തിൻ്റെയും കേന്ദ്രമാണ്. ഇതാര് പറഞ്ഞതാ? RSSകാരും ഫാസിസ്റ്റുകളും പറഞ്ഞതല്ലേ? അവരോട് പറഞ്ഞു നിങ്ങൾ നിർത്തിയാലേ ഞങ്ങൾ പറഞ്ഞോളാന്ന്. എന്നിട്ട് പറയാം മദ്രസയാണ് കുഴപ്പമെന്ന്. മദ്രസയുടെ മക്കളെ മദ്രസയിൽ പഠിപ്പിച്ചതുപോലെ മുന്നോട്ട് പോകാൻ നിങ്ങളൊന്ന് അനുവദിക്കാമോ? ഞങ്ങൾ കാട്ടിത്തരാം ഈ ലോകം സ്വർഗമാക്കുന്നത്, 1 മാസം കൊണ്ട് കാട്ടിത്തരാം. പക്ഷെ നിങ്ങൾ സമ്മതിക്കില്ല. പാർട്ടികളും രാഷ്ട്രീയക്കാരും സമ്മതിക്കില്ല, മതസംഘടനാ ഭ്രാന്തന്മാരും സമ്മതിക്കില്ല. ഇതാണ് പ്രശ്നം. മനുഷ്യരെ മുസ്ലിമായി മദ്രസയുടെ പാഠങ്ങൾ പഠിച്ച് ജീവിക്കാൻ പറ്റണം. സഹോദരങ്ങളെ, ക്രൂരത വന്നത് അങ്ങനെയാണ്. ആർദ്രതയുടെ ഈമാനിക പാഠങ്ങൾ, ഇസ്ലാമിക പാഠങ്ങളെ നമ്മൾ പരിശീലിപ്പിക്കാൻ ശ്രമിക്കാതെ, ഒരു ദാനം ചെയ്യേണ്ട അവസരം വന്നാൽ കയ്യിലുള്ളത് എന്താണെങ്കിലും ഒന്ന് കൊടുത്തല്ലാതെ മനസ്സിനടക്കം കിട്ടാത്ത ആർദ്രതയും ഉദാരതയുമല്ല ഈ സമുദായം പഠിപ്പിച്ചത്. ഈ പള്ളിയുടെ മുമ്പിൽ റമദാൻ മാസത്തിൽ എന്തിനാ ഈ ബക്കറ്റുമായിട്ട് വരുന്നേ? ഈ ബക്കറ്റിലൂടെ നിങ്ങളുടെ സംഭാവനകൾ ഉദാരമായി നിക്ഷേപിച്ച് 10,000-ങ്ങളിൽ ലക്ഷങ്ങളും നിങ്ങൾ ഓരോ വെള്ളിയാഴ്ച ഇട്ടേച്ചല്ലേ പോണേ. വേറെ എവിടെ കാണും ഇത്? വേറെ ഏത് പള്ളികളിൽ കാണും? വേറെ ഏത് ആരാധനാലയങ്ങളിൽ കാണും? എൻ്റെ അടുത്ത് വന്ന് പലപ്പോഴും ഇതര മതസ്ഥർ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇമാമയെ സഹായിക്കണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആരാധനാലയങ്ങൾ പറഞ്ഞുകൂടെ? അവിടെ ഒന്നും കിട്ടില്ല ഇമാമേ എന്ന് കരഞ്ഞുകൊണ്ട് പറയും അവർ. ഈ മതവും ഈ മദ്രസയും പഠിപ്പിച്ചത് ഇതല്ലേ? ഈ പാഠങ്ങളല്ലേ? നാം വല്ലതും കുറച്ചോ? എത്രയാണ് നാം ഉദാരരാകുന്നത്? എന്നിട്ട് ഈ സമുദായത്തെ ചൂണ്ടി ഇവർ അപകടകാരികളാണ്, ഇവർ താമസിക്കുന്നിടം അപകടം പിടിച്ച സ്ഥലമാണ്, ഇവരുടെ മദ്രസയിൽ നിന്നിറങ്ങുന്ന ഒരു കള്ളക്കടത്തുകാരാണെന്ന് ശത്രു പോലും പറഞ്ഞിട്ടില്ലാത്ത വാക്കുകൾ ഉള്ളിൽ ജനിച്ചവൻ പറയുന്ന ഒരു കാലത്ത് ഇത്രയും ക്രൂരനാകാൻ എങ്ങനെ കഴിയുന്നു? ഈ കാരുണ്യമില്ലായ്ക. നമ്മുടെ നേതാക്കന്മാരെന്ന് പറയുന്നവൻ ഇത് പറയുമ്പോൾ ഇവനാക്കി തീർത്ത അണികളായ നമ്മളും ഇത് തന്നെയാ. ഇവനെയൊക്കെ വളർത്തിവിട്ടത് നമ്മളാ, ഈ ഉന്നതങ്ങളിൽ എത്തിച്ചത് നമ്മളാ. ആളുടെ ഗുണവും യോഗ്യതയും നോക്കിയാണോ നാം ഇവനെയൊക്കെ തിരഞ്ഞെടുത്തത്? ആത്മവഞ്ചന നടത്തുന്ന, സ്വന്തം സമുദായത്തെ ഒറ്റുകൊടുത്തുന്ന ചുല്ലിക്കാശിന് ജൂദാസിൻ്റെ പണിയെടുത്ത് സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നവന്മാർ. സഹോദരങ്ങളെ, അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ മാസം ആദ്യത്തെ 10-ൽ റഹ്മത്തിന് വേണ്ടി ഉഴിഞ്ഞിട്ട മാസമായിരുന്നു. അള്ളാഹുവിനറിയാം, റഹ്മത്തിന് വേണ്ടി ആ 10 ദിവസം എൻ്റെ ഇബാദുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർ അടുത്ത രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന് വേണ്ടി മാറ്റിവെക്കുമെന്ന്. മനസ്സിൽ കാരുണ്യം നിറയുമ്പോൾ തൻ്റെ പാപങ്ങളെക്കുറിച്ച് ഓർമ്മ വരും, തൻ്റെ തെറ്റുകളെക്കുറിച്ച്, തൻ്റെ അഹങ്കാരം ന്യായമല്ല എന്നവൻ്റെ മനസ്സിൽ തോന്നണമെങ്കിൽ ആദ്യം ഉള്ളിൽ കാരുണ്യം ഉണ്ടാകണം. അഹങ്കാരമാണെന്ന് തോന്നണമെങ്കിൽ ഉള്ളിൽ റഹ്മത്ത് വരണം. അസൂയ അന്യായമാണെന്ന് തോന്നണമെങ്കിൽ ഉള്ളിൽ റഹ്മത്തുണ്ടാകണം. റഹ്മത്തില്ലാത്തവൻ അഹങ്കാരമാണെന്ന് തോന്നില്ല, അസൂയയാണെന്ന് തോന്നില്ല, പകയും വെറുപ്പും വിദ്വേഷവും തെറ്റാന്ന് തോന്നില്ല. ആദ്യം അതിന് റഹ്മത്ത് വേണം. അതുണ്ടാക്കിയോ? ആ റഹ്മത്തുണ്ടോ? ആ റഹ്മത്തുണ്ടായെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആരുടെയും മനസ്സിൽ അഹങ്കാരത്തിൻ്റെ കണിക പോലും കാണൂല, റഹ്മത്തും അഹങ്കാരവും ചേരൂല, അസൂയയുടെ ലാഞ്ചന പോലും കാണൂല. അസൂയ അന്യൻ്റെ വളർച്ചയിൽ ഒരസൂയയും തോന്നൂല. അള്ള കൊടുത്തതാണ്, അവൻ വളരട്ടെ എന്നേ വിചാരിക്കൂ. അതുണ്ടോ? ഇപ്പോഴും റഹ്മത്തും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ പടിയിൽ നാം ഉയർന്നില്ല. രണ്ടാമത്തെ പടിയിൽ നമ്മൾ അസൂയയെക്കുറിച്ച്, അഹങ്കാരത്തെക്കുറിച്ച്, അക്രമവാസനയെക്കുറിച്ച്, അനീതിയെക്കുറിച്ച്, അധർമ്മത്തെക്കുറിച്ച്, പകയെക്കുറിച്ച്, വെറുപ്പിനെക്കുറിച്ച് ആശങ്കപ്പെടുന്നില്ല. രണ്ടാമത്തെ 10-ൽ ആരെങ്കിലും വേവലാതിപ്പെട്ട പടച്ചോനെ, എൻ്റെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ ഇപ്പോൾ തീർത്തെടുക്കേണ്ടതാണല്ലോ. ഇത് കഴിഞ്ഞിറങ്ങിപ്പോയിട്ട് ഇത് തീർത്തില്ല, പിന്നെ എപ്പോൾ തീർക്കാനാ? ഞാൻ എങ്ങനെ സ്വർഗത്തിൽ പോകും അടുത്ത റമദാന് മുമ്പ് മരിച്ചാൽ? ഈ പാപപങ്കിലമായ, ഈ പങ്കിലമായ, ഈ മലീമസമായ മനസ്സും പേറി എങ്ങനെ സ്വർഗത്തിലെത്താനാ? ചിന്തിച്ചോ? ആ ചിന്ത വന്നെങ്കിൽ രണ്ടാമത്തെ 10-ൽ പാപമോചനത്തിന് വേണ്ടി അല്ലാഹുവേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് 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 ആവർത്തിച്ച് പറഞ്ഞ്
ആവർത്തിച്ച് പറയുക പ്രധാനമാണ്. കാരണം ഒരാൾക്ക് അസ്തഗ്ഫിറുല്ലാ, പടച്ചവനെ പൊറുക്കണമേ എന്ന് പറയാൻ തോന്നുന്നത് എപ്പോഴെന്നറിയോ? താൻ തന്നിൽ തെറ്റുണ്ടെന്നറിയുന്ന അംഗീകരിക്കുന്ന മനസ്സവനിലുണ്ടാകുമ്പോഴാണ്. അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാ പറയൂല. പറയുമോ? അസ്തഗ്ഫിറുല്ലാ എപ്പോഴാണ് പറയണേ? എന്നിലൊരു തെറ്റുണ്ടെന്ന് തോന്നുമ്പോഴാണ്, തൻ്റെ തെറ്റാണെന്നറിയുമ്പോഴാണ്. അറിയാതെ പറഞ്ഞു പോകും അസ്തഗ്ഫിറുല്ലാ. ഇന്നി ലാ അസ്തഗ്ഫിറുല്ലാഹ ഫീ കുല്ലി യൗമിൻ 70 മറ. അള്ളാഹുവിൻ്റെ ഹബീബ് പറയുക, ഞാൻ എല്ലാ ദിവസവും 70 പ്രാവശ്യം ഒരു ദിവസം ഇസ്തിഗ്ഫാർ ചെയ്യും. ചില ആളുകൾ എന്താ അസ്തഗ്ഫിറുല്ലാ ഒത്തിരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനും അതിൻ്റേതായ മൂല്യമുണ്ട്. ആവർത്തിച്ച് മനസ്സിൽ തട്ടി നാവ് കൊണ്ട് അസ്തഗ്ഫിറുല്ലാ എന്നൊരിക്കൽ പറയും, പടച്ചവനെ എനിക്ക് പൊറുക്കണേ എന്ന് പറയുമ്പോൾ എനിക്ക് തെറ്റുണ്ടെന്ന് ഒരു വട്ടം മനസ്സ് സമ്മതിക്കലാണ്. 1 വട്ടം സമ്മതിച്ചു, 2 വട്ടം സമ്മതിച്ചു, 3 വട്ടം സമ്മതിച്ചു. ആവർത്തിച്ച് ഞാൻ പാപിയാണ്, തെറ്റുകാരനാണ്, എൻ്റെ ഉള്ളിൽ തെറ്റുകളുണ്ട് എന്ന് അംഗീകരിക്കലാ. അത് നന്നാകുന്നതിൻ്റെ അടയാളമാണ്. അള്ളാഹു അത് ചെയ്യാൻ നമുക്ക് ഭാഗ്യം തന്നോ? ആലോചിക്കണം. 2-ാമത്തെ 10 പ്രിയപ്പെട്ടവരെ, അങ്ങനെ 2-ാമത്തെ 10 കഴിഞ്ഞാൽ 3-ാമത്തെ 10ലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ പിന്നെ എന്താണ് നമുക്ക് വേണ്ടതെന്ന് അള്ളാഹുവിനറിയാം. റഹ്മത്ത് നേടിയ എൻ്റെ ദാസന്, മഗ്ഫിറത്ത് കൊണ്ട് പാപം പൊറുപ്പിച്ചെടുത്ത എൻ്റെ ദാസന്, ഇന്നലകളിൽ ഈ ഇട്ടം കൂട്ടി വെച്ച ഈ പാപങ്ങളോടൊക്കെ പരിശുദ്ധ റമളാനിൽ തിരിച്ചറിഞ്ഞ് വിട പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട ദാസൻ, ഇനിയിപ്പോൾ അവന് കൊടുക്കേണ്ടത്, അവൻ ഇവിടെ ഇപ്പോൾ എത്തി നിൽക്കുന്നു, അത് രണ്ടും നേടിയെങ്കിൽ അവന് ലൈലത്തുൽ ഖദറിന് അർഹനാണ്. നാളെ ചെല്ലും തോറും നമ്മൾ മെച്ചപ്പെടുകയാണ് വേണ്ടത്. അതായത് നമ്മളറിയാമല്ലോ, ചില കുട്ടികൾ സ്കൂളിലും കോളേജിലൊക്കെ വരുമ്പോൾ എങ്ങനെയുണ്ട് പെർഫോമൻസ്? കുഴപ്പമില്ല, അവൻ മെച്ചപ്പെട്ട് വരുന്നുണ്ട്, അവൻ ഇയർ എൻഡ് ആകുമ്പോഴത്തേനും ശരിയാകും. അതെ, അവൻ മെച്ചത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഇയർ എൻഡിൽ അവൻ മിടുക്കനാകുമെന്ന പ്രതീക്ഷയിലാണ് നാം ഒരു വിദ്യാർത്ഥിയെ വളർത്തുന്നത്. ഇത് തന്നെയാണ് റമളാനിൻ്റെ അതിൻ്റെ മന്ത് എൻഡിൽ എൻ്റെ ദാസൻ ഉയരേണ്ടടുത്ത് എത്തിയിട്ടുണ്ടാകും എന്നറിഞ്ഞുകൊണ്ടല്ല വെച്ചതാണ് ലൈലത്തുൽ ഖദർ. അല്ല, ലൈലത്തുൽ ഖദർ ചുമ്മാ വാരിക്കോരി വല്ലവർക്കും കൊടുക്കണമല്ല, അത് കിട്ടേണ്ടവർക്ക് മാത്രമേ കിട്ടുള്ളൂ. എല്ലാവർക്കും കിട്ടുന്ന പ്രശ്നമേ ഇല്ല. ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് പള്ളിയിൽ ഇരച്ചാർത്ത് വന്നിട്ട് അന്ന് ബിരിയാണിയോ പൊതിച്ചോറോ ഉണ്ടെങ്കിൽ അത് വാങ്ങാൻ വരുന്ന ഒരുത്തനും ലൈലത്തുൽ ഖദർ കിട്ടൂല. കാരണം ലൈലത്തുൽ ഖദർ ആദ്യത്തെ 10 റഹ്മത്ത് കൊണ്ടും 2-ാമത്തെ 10 മഗ്ഫിറത്ത് കൊണ്ടും തൻ്റെ മനസ്സിൻ്റെ ഉന്നത നില പ്രാപിക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായി ഗ്രാജുവലി പുരോഗതിയിലേക്ക് വേണ്ടി തൻ്റെ ചുവടുകൾ വെച്ച് അധ്വാനിച്ചു കൊണ്ടിരുന്നവർക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ ഓരോ നാൾ ചെല്ലും തോറും പെർഫോമൻസ് മെച്ചപ്പെട്ട് വന്നോ? ആദ്യത്തെ 10 6 സഫ് 7 സഫ്, 3 ദിവസം കഴിഞ്ഞപ്പോൾ 5 സഫ്, പിന്നെ 10 കഴിഞ്ഞപ്പോഴത്തേനും 3 സഫ്, അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറയുന്ന ഇതാണ്. നമ്മൾ താഴോട്ടാണ്. ലൈലത്തുൽ ഖദർ മേലോട്ട് പ്രതീക്ഷിച്ച് നമുക്ക് തരുന്നതാണ്. മുകളിലോട്ട് വന്നിട്ടുണ്ട് എൻ്റെ ദാസൻ എന്ന് കരുതി തരുന്നതാണ് ലൈലത്തുൽ ഖദർ. അതുകൊണ്ട് അവസാനത്തെ പരിഗണിക്കണേ. ഏതൊരു കോഴ്സിൽ ചേർന്നാലും ലാസ്റ്റ് പെർഫോമൻസാണ് വിലയിരുത്തപ്പെടുന്നത്, വാല്യുവേറ്റ് ചെയ്യപ്പെടുന്നത്. ലാസ്റ്റ് പെർഫോമൻസാണ്. മുമ്പും എടുക്കാനായിരുന്നു, പരീക്ഷയിൽ പെർഫോം ചെയ്തില്ല, വിജയമില്ല. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, അതുകൊണ്ട് അവസാനമാകുമ്പോൾ എൻ്റെ ദാസൻ നന്നായി പെർഫോം ചെയ്യും. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിൻ്റെ മഹാപുണ്യം നിങ്ങൾ ആദ്യത്തെ 10 വെക്കണ്ട, 2-ാമത്തെ 10ലും വെക്കണ്ട, ലാസ്റ്റ് വയ്ക്കുക. എന്ന് പറഞ്ഞാൽ റമളാൻ്റെ അവസാന ദിവസത്തിൽ, പരമാവധി അവസാന ദിവസത്തിൽ വയ്ക്കുക. 27-ാം രാവാണെന്ന് ഉറപ്പൊന്നുമില്ല, എന്നാലും 27-ാം രാവാണെന്നൊരു വലിയ പ്രതീക്ഷയുണ്ട്. അതാകാൻ സാധ്യതയുണ്ടെന്ന്. 29ഉം ആകാം. അത് അവസാനത്തിന് ലാസ്റ്റ് ബട്ട് 1 എന്ന് പറഞ്ഞതുപോലെ ഒരല്പം മുമ്പ് 27 ആകാനുള്ള അധിക സാധ്യത. 29ഉം ആകാം. അവസാനം വെച്ചത് എന്തിനാ? റഹ്മത്ത് നേടിയ, മഗ്ഫിറത്ത് നേടിയ എൻ്റെ ദാസന് ലാസ്റ്റ് എത്തേണ്ടതിൻ്റെ ക്ലൈമാക്സിൽ നിൽക്കുമ്പോഴാകണം. മണ്ണ് വിണ്ണിനോടൊന്നാകുന്ന സമയമാണ്. മണ്ണിൻ്റെ ക്രൗര്യങ്ങൾ, മണ്ണിൻ്റെ മൃഗീയതകൾ, മണ്ണിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വൃത്തികേടുകൾ കൊണ്ട് മലീമസമായി പോയ എൻ്റെ പ്രിയപ്പെട്ട ദാസൻ മണ്ണിൻ്റെ അധമത്വത്തെ അതിജീവിച്ച് വിണ്ണിനോട് സാമ്യപ്പെടുമ്പോൾ വിണ്ണിന് നേർക്കുനേരെ വരാം. ഈ മണ്ണ് നാളെ വിണ്ണിനോട് മുട്ടേണ്ടതാണ്, സ്വർഗത്തോട് ചെന്ന് ചേരേണ്ടതാണ്, അങ്ങോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ അല്ലാഹു തആല അവിടെ എത്തിച്ചേരാനുള്ള പരിശീലന വഴികൾ നൽകി. അവിടെ എത്തിച്ചിട്ട് ലാസ്റ്റ് കൊണ്ടുപോയി വിണ്ണിനോട് പറയുകയാ, വന്നോളൂ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവരെ സ്പർശിക്കാനുള്ള യോഗ്യത ഇവർ നേടിയിട്ടുണ്ട്. അവരുടെ മനം നിങ്ങളുടെ വിധാനത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്. ലൈലത്തുൽ ഖദറിൻ്റെ സമയത്ത് മലക്കുകൾ ഇങ്ങനെ പൊഴിഞ്ഞിറങ്ങുകയാണ്. കാരണം എന്താ? അള്ളാഹുവിൻ്റെ ഇബാദുകൾ ഞങ്ങൾക്ക് അവരെ തൊടാൻ പറ്റുന്നിടത്തേക്ക് എത്തിയിരിക്കുന്നു. അവരുടെ മാനസിക തലം വിശുദ്ധിയാർന്നതായിരിക്കുന്നു.
റഹ്മത്ത് കൊണ്ട് ആർദ്രമായിരിക്കുന്നു, മഗ്ഫിറത്ത് കൊണ്ട് പാപരഹിതമായിരിക്കുന്നു, വിശുദ്ധി നിറവിശുദ്ധിയിൽ നിന്നവർ പരിലസിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ അവരുമായി സമ്പർക്കപ്പെടുക, എന്നിട്ട് ഇപ്പോൾ അവരുടെ അമലുകൾ വിലയിരുത്തുക, എന്നിട്ട് അവരുടെ ഭാവിയുടെ ഭാഗധേയം അടുത്ത ഒരു വർഷത്തേക്ക് ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക. ഇപ്പം തീരുമാനിക്കണം. രണ്ടാമത്തെ പദ്ധതി തീരുമാനിച്ച് അവർ ഇത്ര എത്തിക്കാണൂല, ഒന്നാമത്തെ പദ്ധതി തീരുമാനിച്ച് ഇപ്പം എത്തിക്കാണൂല. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന മാർക്ക് ശരിയാവൂല, അവർക്ക് കുറവ് വരും. അതുകൊണ്ട് ഇപ്പോൾ കൊടുക്കുക. 1ഉം 2ഉം കടന്ന് അവർ എത്തേണ്ടതിൻ്റെ പരകോടിയിൽ, ആത്മീയ ഔന്നത്യത്തിൻ്റെ പരകോടിയിലാണ് ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ കൊടുക്കുക എന്ന് അള്ളാഹു മലക്കുകളോട് പറയുന്ന സമയത്താണ്. അതുകൊണ്ട് അവസാനത്തിന് പരിശുദ്ധ ദീനിൽ വലിയ സ്ഥാനമാണ്. ഏതൊരമലും അള്ളാഹ് പരിഗണിക്കുന്നതിൻ്റെ അന്ത്യം വെച്ച അള്ളാഹു എൻ്റെ ദിവസങ്ങളിൽ ഏറ്റവും നല്ലത് നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമാക്കണമേ, മരിക്കുന്ന ദിവസം. എൻ്റെ ആയുസ്സിലെ ഏറ്റവും നല്ലത് അതിൻ്റെ അവസാന നിമിഷമാക്കണേ. വജൽ ഖൈറ അഅ്മാലിന ഖവാത്തിമഹ, എൻ്റെ അമലുകളിൽ ഏറ്റവും നല്ലത് അതിൻ്റെ അവസാനത്തതാക്കണമേ. റസൂലുള്ളാഹി അവസാനം നന്നാവുക. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാത്തിം, അമലുകളെല്ലാം അന്ത്യം വെച്ചാണ് അള്ളാഹു വിലയിരുത്തി സമ്മാനം കൊടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ അള്ളാഹു തആല നമ്മളെ അന്ത്യം വെച്ച് വിലയിരുത്തി സമ്മാനം തരുന്ന ഈ സമയത്ത് ലൈലത്തുൽ ഖദർ അള്ളാഹു തആല നമ്മുടെ മുമ്പിൽ വെച്ച് തന്നിരിക്കുകയാണ്. ആ ലൈലത്തുൽ ഖദർ ആർക്കെങ്കിലും നഷ്ടപ്പെട്ടാൽ അവന് നഷ്ടപ്പെടുന്നതെല്ലാമാണ്. മൻ ഹുരിമ ഫഖദ് ഹുരിമൽ ഖൈറു കുല്ലു, ആ എല്ലാമാണ് നഷ്ടപ്പെടുന്നത്. എന്നാൽ അത് കിട്ടിയവൻ എല്ലാമാണ് നേടുന്നത്. ഒന്നിനെക്കുറിച്ചും ആശങ്ക വേണ്ട. ലൈലത്തുൽ ഖദറിൻ്റെ അമല് വിജയകരമായി നിർവഹിക്കാൻ കഴിഞ്ഞാൽ തഹറൗ ലൈലത്തുൽ ഖദർ ഫിൽ വിത്തിരി മിനൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ, റമളാൻ്റെ ഒടുവിലത്തെ ഒറ്റയിട്ട രാവുകളിൽ തേടിക്കൊള്ളുക. രാവാണ് ലൈലത്തുൽ ഖദർ. ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, രാവാണ് ലൈലത്തുൽ ഖദർ, യൗമുൽ ഖദർ അല്ല, പകല് ലൈലത്തുൽ ഖദർ അല്ല കേട്ടോ. അതുകൊണ്ട് രാത്രി ഉറക്കമിളച്ചാലേ ലൈലത്തുൽ ഖദർ കിട്ടൂ, പണിയെടുക്കുന്നവനേ കിട്ടൂ. അതുകൊണ്ട് പകലെന്തെങ്കിലും ചെയ്യാൻ പറ്റാത്തവരും രാത്രി ഒടുവിലത്തെ 10ൻ്റേത് മാറ്റി വെച്ചേ പറ്റൂ. ഒറ്റയെന്ന് പറയുന്ന 29 ആണെങ്കിൽ 20, 22, 24, 26 എന്നാണ് ഒറ്റ പോവുക മാസം ഉള്ളെങ്കിൽ. 30 ആണെങ്കിൽ 21, 23 എന്നാണ് പോവുക, പറയാൻ പറ്റൂല. അതുകൊണ്ട് ഏതും ലൈലത്തുൽ ഖദറിൻ്റെതാകാം ഓരോ രാത്രിയും. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് എന്തെല്ലാം കിട്ടിയ റസൂലുള്ള. പക്ഷേ രാത്രി നമസ്കാരം എന്ന് പറയുന്നത് ഈ ലോകത്തൊരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. രാത്രി നമസ്കരിക്കാത്ത ഒരു മനുഷ്യനിൽ ഹൈറേ ഇല്ല എന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കാലിൽ നീര് കെട്ടി, നീര് വീങ്ങി, ലലംദു സുന്നത്തമൻ അഹ്യല്ലലാമ ഇല അനിഷ്തകത്ത് ഖദമാഹുൽ മിൻ വറമി, നീര് വീങ്ങി തൃപ്പാദങ്ങൾ സങ്കടമുണർത്തിയാലും രാത്രി നമസ്കാരങ്ങളാൽ നിശാന്തകാരം അഭിദീപ്തമാക്കിയൊരൻ നബിയുടെ സുന്നത്തുകൾ അവഗണിക്കയാൽ ചെയ്തേൻ പാരം നികാരം. ബുർദയെ മലയാളത്തിലേക്ക് മനോഹരമായി കവി അങ്ങനെയാണ് പറഞ്ഞത്. രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി മുഴുവൻ നിന്ന് നമസ്കാരമാണ്. എന്താ കിട്ടാത്തത്? അല്ലാഹുവിൻ്റെ റസൂലിന് വാഗ്ദാനം ചെയ്തതൊക്കെ കൊടുത്തു. എന്നിട്ടും സ്വർഗം കിട്ടാൻ വേണ്ടി, നമ്മൾ സ്വർഗം കിട്ടാൻ വേണ്ടി ഞാനെല്ലാം ഓക്കെ ആണെന്ന് കരുതിയിരിക്കുകയല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ നിസ്കരിച്ചപ്പോൾ ചോദിച്ചു, ലിമ തസ്നഉ ഹാദാ യാ റസൂലല്ലാഹ്, എന്തിനാണ് റസൂലെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അങ്ങ് വഖദ് ഗുഫിറ ലക മാ തഖദ്ദമ മിൻ ദംബിക, അങ്ങയുടെ മുമ്പും പിമ്പും പാപങ്ങൾ പുറത്തില്ലേ എന്ന് ആയിഷ കണ്ടിട്ട് സഹിക്കാതെ ചോദിച്ചു പോയി. കാല് നീരാവുകയാണ്. അഫലാ അകൂന അബ്ദൻ ഷക്കൂറ, എത്ര വലിയ ഒരു അനുഗ്രഹമാണ് അള്ളാഹ് എനിക്ക് തന്നത്. ഈ വലിയ ഹിദായത്ത്, സ്വർഗം സ്വന്തമാക്കാൻ സഹായകമായ അത്ഭുതകരമായ ഈ പദ്ധതിയും ഈ പ്രൊജക്റ്റും എനിക്ക് പഠിപ്പിച്ച് എന്നെ എൻ്റെ റബ്ബിലേക്ക് അള്ളാഹു വലിച്ചടുപ്പിച്ചെങ്കിൽ നന്ദിയുള്ളവരടിമയാകണ്ടേ ആയിഷ. അതുകൊണ്ട് ലാബുദ്ദ മിൻ സലാത്തിൻ ബി ലൈലിൻ, എല്ലാ രാത്രിയിൽ ഒരല്പമെങ്കിലും നമസ്കരിക്കണം. വലൗ ഹൽ ബഷാത്ത്, നീണ്ട നിസ്കാരമാണ്. ഖുർആൻ പറയുന്നത് നീണ്ട നിസ്കാരമാ. രാത്രി നിസ്കരിച്ചവൻ പരാജയപ്പെട്ടിട്ടില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും പരാജയമുണ്ടോ? 1/2 മണിക്കൂറെങ്കിലും നീണ്ട രാത്രി നമസ്കാരം ദായിമാക്കിക്കോ.
ഒരാളുടെയും മുമ്പിൽ പോകണ്ട, ഒരു പണക്കാരൻ്റെ മുമ്പിലും ഒരു രാഷ്ട്രീയക്കാരൻ്റെ മുമ്പിലും ആരുടെ മുമ്പിലും പോകണ്ട, അള്ളാഹ് തീർത്ത് തരും, ഉറപ്പാ. അത്രയും ഗ്യാരണ്ടി ഉള്ളതാണ് രാത്രി നമസ്കാരം. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീല. രാത്രിയിലെ നമസ്കാരം, രാത്രിയിലെ ഉണർച്ച, അശദ്ദു വത്ത്, ആ കാലിനുറപ്പ് നൽകുന്നതാണ്, പതറില്ലത്. വഅഖ്വമു ഖീല, വാക്കിന് നല്ല നല്ല തൻ്റെ ഇടം തരുന്നതാണ്, വാക്ക് വളരെ നിജപ്പെടുത്തുന്നതാണ്. നാവ് പതറൂല, നാവിൽ നിന്ന് വരണ്ടതേ വരൂ, കാലുകൾ ഇടറൂല. രാത്രി നിസ്കാരക്കാരന് കിട്ടുന്ന, ഞാൻ രാത്രി നിസ്കാരക്കാരായ പല മുത്തഹജ്ജിദീങ്ങളെയും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒന്നിനെയും പേടിക്കാത്ത വാക്കുകളിലും അവരുടെ ഇടപെടലുകളിൽ ഇത്ര തൻ്റെടികളെ. അള്ളാഹുവിനെ അല്ലാതെ ആരെയും പേടിക്കില്ല, അവർക്കൊന്നിനെക്കുറിച്ചും ആശങ്കയില്ല. അത് രാത്രി നമസ്കാരം സമ്മാനിക്കുന്നതാ. ഇനി നമുക്കാവില്ലെങ്കിൽ വലോ ഹൽബഷാത്ത്, ഒരാടിനെ കറക്കുന്ന അത്രയെങ്കിലും, ഒമാക്കാന ബഅദ സലാത്തിൽ ഇശാഇ ഫഹുവ മിനൽ ലൈൽ, ഇശാ കഴിഞ്ഞുള്ളതൊക്കെ രാത്രിയാണ് നിങ്ങൾ ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സലാത്തുൽ ലൈൽ മുറുകെ പിടിക്കുക, രാത്രി നിസ്കാരം. അള്ളാഹുവും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പാലമാണത്. എന്തിനും റബ്ബിനെ വലിച്ചെറിഞ്ഞിട്ട് അള്ളാഹ് അല്ലാത്തവരുടെ പുറകെ നടന്ന് നിങ്ങളുടെ അഭിമാനം പണയപ്പെടുത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഹത്താ ഖാൽ അവിടെ നിന്ന് പറഞ്ഞു, അലൈക്കും ബി സലാത്തിൽ ലൈൽ വലോ റക്അ, ഒരു റക്അത്തെങ്കിലും നിസ്കരിക്കുക. 2 റക്അത്താണ് മിനിമം, അക്രെങ്കിലും നിസ്കരിച്ച് എൻ്റെയും നിങ്ങളുടെയും അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യം പറ. എന്നിട്ട് ആവശ്യം തീർക്കുന്നതിൽ അള്ളാഹുടെ റോൾ എന്താണെന്ന് അനുഭവിക്കാൻ ശ്രമിക്കുക. അള്ളാഹ് ഒന്നിനും കൊള്ളൂല എന്ന് പറയുന്നവൻ അള്ളാഹ് ഇടപെടിക്കേണ്ടിടത്ത് ഇടപെടിച്ചോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, രാത്രി നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നന്നായി ശ്രമിക്കുക. അവസാന നിമിഷമായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ദിവസങ്ങളെക്കാൾ കൂടുതൽ പരിശ്രമിക്കും. ആരാണിത് പരിശ്രമിക്കുന്നത്? അള്ളാഹുവിൻ്റെ റസൂലാണ്. സ്വർഗം കൊണ്ട് നബിതങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടെന്നാണോ? അള്ളാഹിൻ്റെ റസൂല് കൊണ്ട് 100 കണക്കിന് ആളുകൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട് നബിയാണ് ഈ പണിയെടുക്കുന്നതെന്നറിയുമ്പോഴാണ് സ്വർഗത്തിന് അതിൻ്റെ വില നമ്മൾ അറിയുകയുള്ളൂ. അലൈക്കും ബി ഖിയാമിൽ ലൈൽ ഫഇന്നഹു ദഅബു സ്വാലിഹീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖിയാമുൽ ലൈൽ നിലനിർത്തണേ, അത് സ്വാലിഹീങ്ങളുടെ പതിവാണ്. വൃത്തികെട്ടവർക്ക് ആ ഭാഗ്യം അള്ളാഹ് കൊടുക്കൂല. വമഖറബത്തുൽ ലക്കും ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്കുള്ള നിങ്ങളുടെ അടുപ്പമാണ്. മുക്കഫിറത്തുൽ ലിസയ്യിആത്ത്, നിങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പാണ്. മിൻ അഹാത്തുനിൽ ഇസ്മി, പാപങ്ങളിൽ നിങ്ങളെ ചെറുക്കുന്ന പരിചയാണ്. അനിൽ ജസദ്, ശരീരത്തിൻ്റെ രോഗം മാറ്റുന്നതാണ്. ശരീരത്തിൻ്റെ രോഗം മാറ്റുന്നതാണ്. എല്ലാം ഉണ്ട് തഹജ്ജുദിൽ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇഅ്തികാഫിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ശക്തമായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഒരാൾ ഇഅ്തികാഫിരുന്നാൽ. അപ്പോൾ എന്താണ് പ്രശ്നം? നമ്മൾ നമ്മുടെ ഇച്ഛയുടെ തടവറകളിൽ നിന്ന് മോചനം നേടിയിട്ടുണ്ടോ? റഹ്മത്ത് കിട്ടിയോ? പാപം പുറത്തു പോയോ? പള്ളിയിൽ വന്നാലും തിണ്ണയിലിരിക്കുന്ന, പള്ളിയിലിരിക്കാൻ കഴിയാത്തവർ റമദാൻ കൊണ്ടൊന്നും നേടിയിട്ടില്ല. അങ്ങനെയാണല്ലോ നമ്മളീ പലരും. തിണ്ണയിലിരിക്കും, വരാന്തയിലിരിക്കും, പള്ളിയിലിരിക്കില്ല. കാരണം പള്ളിക്ക് അവൻ്റെ മനസ്സ് പാകമായിട്ടില്ല, സ്വർഗത്തിന് പാകമായിട്ടില്ല. പരിശുദ്ധിയുടെ അടയാളമാണ്. അത് ഉറപ്പ് വരുത്താൻ വേണ്ടി അവസാനം വെച്ചതാണ് ഈ നിസ്കാരവും നോമ്പും. ഒന്നും കൊണ്ടും പള്ളിയുടെ അകത്തളങ്ങളുമായി നിൻ്റെ മനസ്സ് അനുകൂലമായില്ലെങ്കിൽ 10 ദിവസം അവിടെ തന്നെ തളച്ചിട്. അപ്പോൾ മണ്ണും വിണ്ണും ഒന്നാകും. നിൻ്റെ മണ്ണിൻ്റെ മാലിന്യങ്ങളെ വിണ്ണിൻ്റെ വിശുദ്ധിയുമായി ചേർത്ത് വെച്ചുകൊണ്ടൊരു 10 ദിവസം പള്ളിക്കുള്ളിൽ തന്നെ ഇരുന്നിട്ട് എനിക്കെന്നെ കീഴ്പ്പെടുത്താനായിട്ടുണ്ട്, എൻ്റെ മാലിന്യങ്ങളെ തോൽപ്പിക്കാനായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ വർഷവും 10 ദിവസം റസൂലുള്ളാഹി ഇഅ്തികാഫിരിക്കും. റസൂലുള്ളാഹിക്ക് പുണ്യം കുറഞ്ഞു പോയതിൻ്റെ പേരിലാണോ? അത് അത്രയും വേണ്ടതാണ്. ഒടുവിലത്തെ വർഷത്തിൻ്റെ, വിയോഗ വർഷത്തിൻ്റെ തൊട്ടു മുമ്പ് ഇരിക്കാൻ പറ്റിയില്ല. വിയോഗ വർഷം 20 ദിവസം ഇരുന്നു റസൂലുള്ളാഹി. അത്രയും പ്രധാനപ്പെട്ട ലൈലത്തുൽ ഖദ്ർ. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ വർഷം ഇവിടെ ഇരിക്കുന്ന ഇഅ്തികാഫിരിക്കുന്ന സഹോദരങ്ങൾക്ക് ഭക്ഷണം ഏർപ്പാടാക്കി. ഈ വർഷവും കൊടുക്കാമെന്ന് ജമാഅത്ത് കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങൾ വരിൻ, അള്ളാഹുവിൻ്റെ പള്ളിയിൽ കൂട്ടായി ഇബാദത്ത് ചെയ്ത് രാത്രി തഹജ്ജുദ് നമസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്തിരിക്കുന്ന അതിൻ്റെ ആനന്ദമൊന്ന് വേറെയാ. ഒന്നിരുന്നാൽ പിന്നെ ഇരിക്കാതിരിക്കാൻ പറ്റില്ല, ഞാൻ ഉറപ്പ് തരാം. ഒന്നിരുന്നാൽ ഇരിക്കാതിരിക്കാൻ പറ്റില്ല, പക്ഷേ ഇരിക്കാത്തവനൊന്നും ഇരിക്കാനും പറ്റില്ല. അത്രയും ആത്മീയ അനുഭൂതിയും അതിൻ്റെ ഗുണങ്ങൾ അനുഭവവേദ്യമാക്കി തരികയും ചെയ്യുന്ന ഇഅ്തികാഫിൻ്റെ രാവുകളിലൂടെ ലൈലത്തുൽ ഖദ്റിൻ്റെ അർഹത മലക്കുകൾ നമ്മളെ തേടിയെത്തുമ്പോൾ, തഴുകി വരുമ്പോൾ
നമ്മുടെ ആത്മാവും നമ്മുടെ മനസ്സുമായി അവർക്ക് സംവേദന സാധ്യമാകുന്ന രൂപത്തിലേക്ക് ഒടുവിലത്തെ 10 കൊണ്ടെങ്കിലും ഇതുവരെ കഴിയാതെ പോയെങ്കിൽ നിരാശപ്പെടേണ്ട. മഗ്ഫിറത്തിന് വേണ്ടത്ര പണിയെടുത്തില്ല, റഹ്മത്തിനും പണിയെടുത്തില്ല, ഇനി രക്ഷയില്ല, ഇനിയിപ്പോൾ പണി എന്നില്ല. ആരും നിരാശപ്പെടേണ്ട. ലാ തഖനതു ഖുൽ യാ അയ്യുഹല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. തൻ്റെ ആത്മാക്കളോട് അതിരുവിട്ട് പ്രവർത്തിച്ചു പോയ പ്രിയപ്പെട്ട ദാസന്മാരെ അള്ളാഹ് അങ്ങനെയാണ് വിളിക്കുന്നത്. ലാ തഖനതു മിർ റഹ്മത്തില്ല. നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിരാശരാകണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അള്ളാഹ് എല്ലാ പാപവും എപ്പോഴും പുറത്തു തരാൻ തയ്യാറാ, നിങ്ങൾ ആത്മാർത്ഥമായി മടങ്ങിയെങ്കിൽ മതി. അതുകൊണ്ട് എല്ലാവരും മടങ്ങുക. മഗ്ഫിറത്തും റഹ്മത്തും വേണ്ടത്ര ആർജിക്കാൻ വേണ്ട ഇടപെടലുകൾ നടത്താൻ കഴിയാതെ പോയവർ ഇഅ്തികാഫ് കൊണ്ട് അത് പരിഹരിച്ചെടുക്കണമെന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. കാരണം പുറത്തു പോയാലാണല്ലോ ഇത് അസാധ്യമാവുക. ഒടുവിലത്തെ 10 രാത്രികളെങ്കിലും, പകൽ പണിയെടുക്കുന്നവരാണെങ്കിൽ രാത്രികളെങ്കിലും പള്ളിയിൽ ചെലവഴിക്കാൻ വേണ്ടി ശ്രമിച്ച് ഇഅ്തികാഫിൽ കൂടണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ റമദാൻ കടന്നു പോകുമ്പോൾ നമ്മുടെ സമസ്ത പ്രശ്നങ്ങളും ദുനിയാവിൻ്റെതും ആഖിറത്തിൻ്റെതും പരിഹരിച്ചു എന്ന് ഓരോ വ്യക്തിക്കും അനുഭവപ്പെടുന്ന വിധത്തിൽ ഈ റമദാനെ യാത്രയാക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിന് തൗഫീഖ് തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്.